കാണാൻ നല്ല അടിപൊളി ലുക്കുള്ളൊരു ടീച്ചർ അവിടുത്തെ സ്റ്റുഡൻറ്റുമായിട്ട് തന്നെ അഫെയറിലാകും. പിന്നീട് ഇവർ തമ്മിൽ പല പരിപാടിയും നടക്കും, എല്ലാം നടക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് 2013 ഇറങ്ങിയ എ ടീച്ചർ എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയിനായിട്ടുള്ള ഡയാനയെ കാണിക്കും. ഇവളൊരു ഹൈസ്കൂൾ ടീച്ചറാണ്. ഇവൾ എന്ന് രാവിലെ ഓടാൻ പോകും. ഓടാൻ പോയ ശേഷം അവിടുന്ന് നേരെ സ്കൂളിലേക്കും പോകും. സ്കൂളിൽ ചെന്ന് എല്ലാ പിള്ളേർക്കും ഒരു പരീക്ഷ ഇടും. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഇവള് രാത്രി ഇവളുടെ റൂംമേറ്റും കൂട്ടുകാരിയുമായിട്ടുള്ള മെറിൻ്റെ കൂടെ ഒരു ബാറിലേക്ക് പോകും. അങ്ങനെ ബാറിൽ ചെന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഹീറോയിൻ എറിക് എന്ന് പറഞ്ഞൊരു പയ്യന് മെസ്സേജ് അയക്കുന്നത്. ഇത് കണ്ട മെറിൻ അവളോട് ചോദിക്കുകയും ചെയ്യും, ഇതേതാ ഈ പയ്യൻ, നിന്റെ ലവർ വല്ലതും ആണോന്ന്. പക്ഷെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ജസ്റ്റ് ഒരു കോമഡിയൊക്കെ അടിച്ച് അത് കാര്യമാക്കത്തില്ല. ആ പയ്യൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ഹീറോയിൻ മെറിനോട് പറയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ ഒരു കാറിൽ വെയിറ്റ് ചെയ്യും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് വേറൊരു കാറ് വരുന്നത്. ഇത് വേറെ ആരുമല്ല, എറിക്കാണ്. അതായത് നമ്മുടെ പടത്തിലെ ഹീറോ. ആക്ച്വലി ഇവൻ ഹീറോയിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഹീറോയിനുമായിട്ട് ഇവനൊരു അഫെയറുമുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നവൻ കാറിനകത്ത് കയറും. കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് പോയി ഹീറോയിനുമായിട്ട് പരിപാടിയും നടത്തും. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും തമ്മിൽ മിണ്ടി പറഞ്ഞു ഇരിക്കും. പിന്നീട് രണ്ടുപേരും വീട്ടിലേക്കും പോകും. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോഴോ അവിടുത്തെ വെറും സ്റ്റാഫും സ്റ്റുഡൻറ്റുമായിട്ടാണ് ഇവർ രണ്ടുപേരും പെരുമാറുന്നത്. അതായത് ഇവർ തമ്മിൽ അഫെയർ ഉണ്ടെന്നുള്ള കാര്യം അവിടെ ആർക്കും തോന്നത്തുകൂടിയില്ല. അങ്ങനെ തോന്നിക്കഴിഞ്ഞാലോ ഹീറോയിൻ്റെ ജോലി പോകും. അതുകൊണ്ട് തന്നെയാണ് ഹീറോയിൻ അങ്ങനെ അഭിനയിക്കുന്നതും. കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമിൽ എറിക്ക് അങ്ങോട്ടേക്ക് ചെല്ലും. എന്നിട്ട് ഹീറോയിനെ ഉമ്മ വെക്കുകയും ചെയ്യും. എറിക്ക് അവിടുന്ന് പോയ ശേഷമാണ് ഹീറോയിന് ചെറിയൊരു പേടി തോന്നുന്നത്. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ എന്നോർത്ത്. അതുകൊണ്ട് എറിക്കിനോട് രാത്രി മീറ്റ് ചെയ്യാമെന്നും ഹീറോയിൻ പറയും. സ്കൂൾ വിട്ട് കഴിയുമ്പം ഹീറോയിൻ അവിടെയുള്ള എല്ലാ ടീച്ചർമാരുടെ അടുത്തേക്കും ചെല്ലും. അവരെല്ലാം ഒരു പാർട്ടി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഹീറോയിനെയും വിളിക്കും. ഇത് കേട്ട ഹീറോയിൻ അവരോട് വരാൻ പറ്റില്ലെന്ന് പറയും. കാരണം അവളുടെ ബ്രദർ ഈ ടൗണിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ ബ്രദർ അവൾക്ക് 2 വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അവളുടെ അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ നല്ല മോശമാണെന്ന് പറഞ്ഞ്, മറ്റൊന്നാണെങ്കിലോ നിനക്ക് എപ്പോഴും ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ രാത്രിയാകുമ്പം ഹീറോയിൻ അവളുടെ ബ്രദറിനെ ഒരു പബ് വെച്ച് മീറ്റ് ചെയ്യും. ആ ടൈമിൽ ബ്രദർ പറയും അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ നല്ല മോശമാണെന്ന്. ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിലോ പതിയെ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അവൾ അവിടുന്ന് നേരെ ഒരു ഹോട്ടലിലേക്ക് പോകും, നമ്മുടെ എറിക്കുള്ള ഹോട്ടലിലേക്ക്. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ പരിപാടി നടത്തും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഹീറോയിൻ പറയും ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ്, വീട്ടിൽ പോകാനേ തോന്നുന്നില്ലെന്ന്. അവൾ എറിക്കിനോടും വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയും. പക്ഷെ അവന് പറ്റില്ലായിരുന്നു. കാരണം അവൻ്റെ ഡാഡി വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ മെറിൻ ഹീറോയിനോട് ഒരു പാർട്ടിയെ പറ്റി പറയും. ഒരു താങ്ക്സ് ഗിവിംഗ് പാർട്ടി, അതായത് കുറേ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അതിലൊരാളെ സെലക്ട് ചെയ്യാമെന്നും മെറിൻ പറയും. പക്ഷേ ഹീറോയിൻ ആണെങ്കിലോ ഇതൊന്നും കേൾക്കുന്നു കൂടിയില്ലായിരുന്നു. അവൾ എറിക്കുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എറിക്കാണെങ്കിലോ അവളോടൊരു ന്യൂഡായിട്ടുള്ള പിക്ക് അയക്കാമെന്ന് ചോദിക്കും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ ബാത്റൂമിലേക്ക് പോകും. ഉടുപ്പെല്ലാം ഊതിയ ശേഷം അവനൊരു പിക്ക് അയക്കുകയും ചെയ്യും. അങ്ങനെ ഹീറോയിൻ രാത്രി ആ പാർട്ടിയിൽ പോകും. മെറിൻ ആണെങ്കിലോ കുറേ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരെ ഹീറോയിന് കാണിച്ചു കൊടുക്കും. പക്ഷേ ഹീറോയിൻ അമ്മാരെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിനൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ആ പാർട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് ചെന്ന ശേഷം അവൾ എറിക്കിനെ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യും. പക്ഷേ എറിക്ക് ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ സ്കൂളിൽ എല്ലാ ടീച്ചർമാരുമായിട്ട് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിലാണ് ലോറ എന്ന പേരുള്ള ഒരു ടീച്ചർ ചോദിക്കുന്നത്, ഇവിടെ മുഴുവൻ വൈറലായ ഫോട്ടോ കണ്ടായിരുന്നെന്ന് ചോദിക്കും. ഇത് കേട്ട ഹീറോയിൻ ചോദിക്കും ഏത് ഫോട്ടോ ആണെന്ന്. ടീച്ചർ പറയും ഇവിടെ പുതിയതായിട്ട് വന്നൊരു കുട്ടിയുടെ ന്യൂഡ് ഫോട്ടോ ഇവിടെ മുഴുവൻ വൈറലായെന്ന്. ഇത് കേൾക്കുമ്പോൾ തൊട്ട് ഹീറോയിൻ ചെറുതായിട്ട് ഷോക്കായി തുടങ്ങും. കാരണം അവളും എറിക്കിന് ഇത് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. വൈകിട്ട് ഹീറോയിൻ എറിക്കിനെ മീറ്റ് ചെയ്യും. ആ ടൈമിൽ അവൾ എറിക്കിനോട് ആ ഫോട്ടോയുടെ കാര്യം ചോദിച്ച ശേഷം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അന്ന് വൈകിട്ട് തന്നെ രണ്ടുപേരും തമ്മിൽ പരിപാടി നടക്കുകയും ചെയ്യും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എറിക്ക് ഹീറോയിനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് തന്നെ പരിപാടി ചെയ്താലോ എന്ന്. ഇത് കേട്ട ഹീറോയിൻ പറയും ഇപ്പം പറ്റില്ല, എൻ്റെ റൂംമേറ്റ് ഇവിടെ ഉണ്ടെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ എറിക്ക് പറയും എങ്ങനെ ഇങ്ങോട്ട് വാ, എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക്, ഇവിടെയാണെങ്കിൽ ആരുമില്ലെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ അങ്ങോട്ടേക്ക് ചെല്ലും. രണ്ടുപേരും തമ്മിൽ നല്ലപോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി മുഴുവൻ അവരവിടെ മുഴുവൻ കറങ്ങും. പിറ്റേ ദിവസവും ഇവർക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വന്ന് നിർത്തുന്നത്. ആ കാറിലുള്ള ആളാണെങ്കിൽ വീട്ടിലേക്ക് വരും. ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ ഹീറോയിൻ പേടിച്ച് അവിടുത്തെ ബാത്റൂമിലേക്ക് കയറി ഒളിക്കും. വന്ന ആളുടെ പേരാണ് ജെയിംസ്. ഈ പുള്ളി വേറെ ആരുമല്ല, ഈ പ്രോപ്പർട്ടിയുടെ കെയർ ടേക്കർ ആയിരുന്നു.
പുള്ളി എറിക്കിനെ ഇവിടെ കണ്ടുകൊണ്ട് വന്നതാണ്. പുള്ളി എറിക്കിനോട് ചോദിക്കും, നീ ഇവിടെയുള്ള കാര്യം അച്ഛൻ അറിയാമെന്ന്. ഇത് കേട്ട എറിക്ക് അറിയാമെന്നും പറയും. അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ നിന്ന് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും. ഹീറോയിൻ നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എറിക്കിനോട് ചോദിക്കും, നിന്നെ ഇവിടെ കണ്ട കാര്യം പുള്ളി ഡാഡിയോട് വല്ലതും പറഞ്ഞു കൊടുക്കുമോ എന്ന്. ഇത് കേട്ട എറിക്കോ, ഏയ് അങ്ങനൊന്നും നടക്കത്തില്ലെന്നും പറയും. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഹീറോയിന് നല്ല പേടി ഉണ്ടായിരുന്നു. ആ പേടി കൊണ്ട് തന്നെ അവൾ നമുക്ക് ഈ പരിപാടികളെല്ലാം നടത്താമെന്നും ഹീറോയോട് പറയും. ഈവനിങ് ആകുമ്പം അവൾ പുറത്തു പോയി നിൽക്കും. ആ ടൈമിൽ നമ്മുടെ എറിക്ക് അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അവളെ വശീകരിക്കാനും നോക്കും. പക്ഷെ ഹീറോയിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും എറിക്ക് അവളെ നിർബന്ധിക്കും. പക്ഷെ അവളാണെങ്കിൽ എറിക്കിനെ തട്ടി മാറ്റുകയും ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം രണ്ടുപേരും വീട്ടിലേക്ക് വരും. ഇങ്ങനെ കുറേ നാളുകൾ കടന്നു പോകും. ഹീറോയിൻ എറിക്കിനെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും മെറിൻ അവളുടെ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് റൂമിലേക്ക് വരും. എന്നിട്ട് അവരുടെ റൂമിലേക്ക് പോയി ഇൻറ്റിമേറ്റ് ആകാനും തുടങ്ങും. ഇതൊക്കെ കണ്ട ഹീറോയിൻ ആണെങ്കിലോ അവളുടെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങുകയും ചെയ്യും. ഒരിക്കൽ അവരുടെ സ്കൂളിൽ പാർട്ടി നടക്കുന്ന ടൈമിൽ ഹീറോയിൻ അങ്ങോട്ടേക്ക് ചെല്ലും. നോക്കുമ്പോഴോ എറിക്ക് വേറൊരു പെണ്ണുമായിട്ട് ഡാൻസ് കളിക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടുത്തുമില്ല. അവൾ അവിടെ നിന്ന് ബാത്റൂമിലേക്ക് പോകും. ആ ടൈമിലാണ് ആ പെണ്ണ് അകത്തേക്ക് വരുന്നത്. അവൾ മേക്കപ്പ് ഇടാനായിട്ട് തുടങ്ങും. ഇതൂടെ കാണുമ്പോഴോ ഹീറോയിന് നല്ല ദേഷ്യം വരും. അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ഹീറോയിൻ ആ വിഷമത്തിൽ നല്ലപോലെ കുടിക്കും. എന്നിട്ട് FB എടുത്ത് എറിക്കിൻ്റെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കും. പിറ്റേ ദിവസം സ്കൂളിൽ വെച്ച് ഹീറോയിൻ എറിക്കിനെ ലഞ്ചിന് ക്ഷണിക്കും. കുറച്ച് കഴിയുമ്പോൾ എറിക്ക് ലഞ്ചിന് അവളുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെ ഹീറോയിൻ എറിക്കിനെ മിസ് ചെയ്യുന്ന കാര്യം തുറന്നു പറയും. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രി അവളുടെ വീട്ടിലേക്ക് പരിപാടി ചെയ്യാനായിട്ട് എറിക്കിനെ വിളിക്കുകയും ചെയ്യും. ആ ടൈമിൽ തന്നെയാണ് ലോറ എന്ന് പറഞ്ഞ ടീച്ചർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ ഇവർ രണ്ടുപേരും നിൽക്കുന്നത് കാണുകയും ചെയ്യും. പക്ഷേ ഹീറോയിൻ ആണെങ്കിലോ എങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ലോറ അവിടെ നിന്ന് പോയതിനു ശേഷം എറിക്ക് പറയും വീട്ടിലേക്ക് വരാമെന്ന്. ഇത് കേൾക്കുമ്പം ഹീറോയിൻ നല്ലപോലെ ഹാപ്പിയുമാകും. അങ്ങനെ രാത്രി എറിക്ക് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരും. രണ്ടുപേരും തമ്മിൽ ഇൻറ്റിമേറ്റ് ആകാനായിട്ട് തുടങ്ങും. പെട്ടെന്നാണ് ഹീറോയിൻ എന്തോ പോലെ തോന്നുന്നത്. അവൾ പറയും നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന്. ഇത് കണ്ട എറിക്കിനാണെങ്കിലോ നല്ല ദേഷ്യം വരും. അവൻ അവിടുന്ന് കലി കയറി ഇറങ്ങിപ്പോകും. എറിക്ക് പുറത്തേക്ക് പോകുന്നത് മെറിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് പിടികിട്ടും ഹീറോയിൻ എറിക്കും തമ്മിൽ എന്തൊക്കെ അഫെയർ ഉണ്ടെന്ന്. ഹീറോയിൻ ആണെങ്കിലോ അവിടുന്ന് ഇറങ്ങി ഓടും എറിക്കിനെ പിടിക്കാനായിട്ട്. പക്ഷേ എറിക്ക് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ കാറും എടുത്തുകൊണ്ട് എറിക്കിൻ്റെ വീട്ടിലേക്ക് പോകും. വീടിൻ്റെ പുറത്ത് നിന്നിട്ട് അവൾ എറിക്കിനെ കുറേ വിളിക്കും. പക്ഷേ എറിക്ക് ഫോൺ എടുക്കില്ല. അവൾ സ്കൂളിലേക്ക് വിളിച്ച് എറിക്കിൻ്റെ വീട്ടിലെ നമ്പർ ചോദിക്കും. എന്നിട്ട് അവിടുത്തെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കും. ഫോൺ എടുക്കുന്നതാണെങ്കിലോ അവൻ്റെ ഡാഡിയായിട്ടുള്ള ജോൺ ആയിരുന്നു. ഹീറോയിൻ പറയും എറിക്കിനെ ഒന്ന് കാണണം, അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന്. ജോൺ ഓർത്തത് ഹീറോയിൻ എറിക്കിൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജോൺ പറയും ഇപ്പോൾ പറ്റില്ല, രാവിലെ വിളിക്കാൻ. ഹീറോയിൻ പറയും അത് പറ്റില്ല, അത്യാവശ്യമാണെന്ന്. ജോൺ ആണെങ്കിലോ അവൻ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുകയും ചെയ്യും. ഹീറോയിൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ സൈഡിലൂടെ എറിക്കിൻ്റെ റൂമിൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് ജനലിലൂടെ അവനെ വിളിക്കും. ഹീറോയിനെ കണ്ട് എറിക്കിനാണെങ്കിൽ നല്ല ദേഷ്യവും വരും. അങ്ങനെ എറിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങി ഹീറോയിൻ്റെ അടുത്തേക്ക് വരും. ഹീറോയിൻ അവനോട് പറയും ഇനി കുഴപ്പമില്ല, അവൾക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷേ എറിക്കിനാണെങ്കിലോ അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. അവൻ അതുകൊണ്ട് തന്നെ എന്നെ സമ്മതിക്കില്ല. ആ ടൈമിൽ തന്നെയാണ് അവൻ്റെ ഡാഡിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഉടനെ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് ഓടിപ്പോകും. അവൾ വണ്ടിയും എടുത്തുകൊണ്ട് പോകും. പക്ഷേ ജോൺ ആണെങ്കിലോ അവളുടെ മുഖം കണ്ടിട്ടുമുണ്ടായിരുന്നു. ഹീറോയിൻ അന്ന് രാത്രി വീട്ടിലേക്ക് പോകില്ല. അവൾ അവിടുന്ന് വേറൊരു ഹോട്ടലിലേക്ക് പോകും. അങ്ങനെ അവൾ രാവിലെ എഴുന്നേക്കും. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോഴോ അവൾക്ക് 2 വോയിസ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് മെറിൻ്റെ ആയിരുന്നു, ഇന്നലെ രാത്രി മുഴുവൻ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ച്. രണ്ടാമത്തെ ആണെങ്കിലോ സ്കൂളിലെ ഒരു സ്റ്റാഫിൻ്റെ ആയിരുന്നു. അതായത് ഹീറോയിനോട് നേരത്തെ വരണമെന്ന് പറയും. കാരണം എറിക്കിനെയും അവൻ്റെ ഫാദറിനെയും പറ്റിയും കുറച്ച് സംസാരിക്കാനുണ്ട്. അവരിപ്പോൾ സ്കൂളിലുണ്ടെന്ന് പറഞ്ഞ്. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിൻ ഷോക്കാകും. അവൾക്ക് പിടികിട്ടും എല്ലാവരും അഫെയറിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവളുടെ ജോലി പോയേക്കാം, വേണമെങ്കിൽ ജയിൽ വരെ ആയേക്കാം. അങ്ങനെ ഇതൊക്കെ ഓർത്ത് ഹീറോയിൻ നല്ലപോലെ കരയും. അവൾ ഇതെല്ലാം ഓർത്ത് റിഗ്രറ്റ് അടിക്കും. അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും.